എൻ്റെ പേര് ജബിൻ ജോയി. ഞാൻ എറണാകുളത്തുള്ള ആലുവയിൽ നിന്ന് വരുന്നു. ആദ്യമേ തന്നെ പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെ യോഗ്യനാക്കിയതിന് ഞാൻ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 29/4/2023 അതിന് മുന്നേ എൻ്റെ മമ്മി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളതായിരുന്നു. മമ്മി ഉടമ്പടി എടുത്തിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ മമ്മീനെ കളിയാക്കുമായിരുന്നു. മമ്മി എന്നോട് ഞാൻ പറയും, എന്തിനാ ഇത്ര ദൂരെയൊക്കെ പോയി എന്ന് പ്രാർത്ഥിക്കണത്? മാതാവ് നമ്മുടെ പള്ളിയിലും ഇല്ലേ? എല്ലാം ഇവിടെ അടുത്ത പള്ളികളിലൊക്കെ മാതാവ് ഉണ്ടല്ലോ, ഇവിടെ പ്രാർത്ഥിച്ചാലും പോരെ, അനുഗ്രഹങ്ങൾ ഇവിടെയും കിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് മമ്മീനെ കളിയാക്കുമായിരുന്നു. ആ ഒരു സമയത്തു നിന്നാണ് മാതാവ് എന്നെ ഇവിടെ ഉടമ്പടി എടുക്കാനും ഈ സാക്ഷ്യം പറയാനും എന്നെ ഇവിടെ അനുവദിച്ചതിന് നന്ദി പറയുന്നു. ഞാൻ 6 നിയോഗങ്ങൾ വച്ചിരുന്നു. അതിലൊരു പ്രധാന നിയോഗമായിരുന്നു എൻ്റെ ഭാര്യ മാതാവിൻ്റെ ഭവനവും സ്ഥലവും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിയോഗമായിരുന്നു വച്ചിരുന്നത്. അവർ 6 മക്കളാണ്. അതിൽ 5 പെൺമക്കളും ഒരു ആണുമായിരുന്നു. ആണായിട്ടുള്ളവൻ ഒരു 2016 ഒരു ഹൃദയാഘാതം മൂലം മരണപ്പെടുകയുണ്ടായി. അതോടനുബന്ധിച്ച് അമ്മ ഒറ്റക്കാവുകയും ആ വീട് വിറ്റിട്ട് ഒന്ന് മാറാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വീട്ടിലേക്ക് നടപ്പാത മാത്രമേ ഉണ്ടായുള്ളൂ, വണ്ടി കയറാനുള്ളൊരു വഴിയില്ലാത്തത് കാരണം ആരും അത് വാങ്ങാതിരിക്കുകയായിരുന്നു. പിന്നെ അതിന് ഒരുപാട് അവകാശികളുണ്ടായിരുന്നു. അത് വിൽക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. അവസാനം ഒരാൾ എടുക്കാമെന്ന് സമ്മതിച്ചപ്പോഴും അവകാശികൾ തർക്കങ്ങളായി, അവകാശികളെ സമ്മതിക്കാതെയായി, അത് കൊടുക്കണില്ല, അങ്ങനെ കിടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറേ നാളുകളായിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. അവസാനം ഈ 1 മാസം മുന്നേ വരെ ഒരു ചർച്ച വെക്കുകയും അതിൽ പരാജയപ്പെടുകയും അത് വിൽക്കണ്ട, അവിടെ കിടന്നോട്ടെ, അങ്ങനെ തന്നെ കിടന്നോട്ടെ എന്നും പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലാവുകയും ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടി ശക്തമായിട്ട് പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരുമെന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ഞാൻ അതിന് ശേഷം ഈ കഴിഞ്ഞ ആഴ്ച വന്ന് ഇവിടുന്ന് കൃപാസന പത്രം വാങ്ങുകയും അന്ന് തന്നെ എല്ലായിടത്തും വിതരണം, റെയിൽവേ സ്റ്റേഷനിലും പ്രൈവറ്റ് സ്റ്റാൻഡിലൊക്കെ വിതരണം ചെയ്യുകയും ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ അവകാശികൾ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ജബിനെ അത് നമുക്ക് കുഴപ്പമില്ല, നമുക്കത് കൊടുക്കാം, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഈ ഞായറാഴ്ച അവസാനം ഒരു ചർച്ച ഉണ്ടാവുകയും അതിൽ എല്ലാവരും അതിന് സമ്മതിക്കുകയും ചെയ്ത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണത്. കാരണം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്നൊരു സംഭവമാണ്. എല്ലാവരും എതിരായിരുന്നൊരു സംഭവത്തിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് മാറി മറിഞ്ഞ് അവർ വിളിച്ച് പറയുകയും ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഒരു ചർച്ച വെച്ചതിൽ കഴിഞ്ഞ ഞായറാഴ്ച ആ ചർച്ച എല്ലാവർക്കും ഓക്കെ ആവുകയും എല്ലാവരും അത് വിൽക്കാൻ സമ്മതിക്കുകയും ചെയ്ത് അതിൻ്റെ കരാറ് ഞങ്ങളിപ്പോൾ അടുത്ത ഈ ആഴ്ച കരാർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നാളെ തന്നെ അതിൻ്റെ ഇത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ വലിയൊരു അനുഗ്രഹം തന്ന ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുകയാണ്. പിന്നെ അതുകൂടാതെ എൻ്റെ മകന് ഇപ്പോൾ ഒരു 2 മാസം മുന്നേ അവർ ഇരട്ടക്കുട്ടികളാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ ഇത്തിരി കുറവാണ്. അപ്പോൾ എന്ത് പനി വന്നാലും അവന് ആദ്യം കയറി പിടിക്കും. അവനിപ്പോൾ ഒരു 2 മാസം മുന്നേ പെട്ടെന്ന് മേത്ത് ഇങ്ങനെ തടിച്ച് പൊങ്ങുകയും ചിക്കൻ പോക്സിൻ്റെ ഏകദേശം ഒരു സാധ്യത മാതിരിയായിരുന്നു കണ്ടിരുന്നത്. കഴുത്തിലും നെഞ്ചത്തൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തടിച്ച് പൊങ്ങി. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ് നമുക്ക് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്ത് അത് തേച്ച് പ്രാർത്ഥിച്ച് അന്ന് രാത്രി കിടന്നുറങ്ങി. മാറിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഡോക്ടറെ കാണിക്കാമെന്നുള്ളൊരു ഇതിലായിരുന്നു ഇന്നേച്ച് ഞായറാഴ്ച ആയിരുന്നു അത്. അന്ന് പെരട്ടി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. അവർ രാവിലെ എണീച്ച് നോക്കുമ്പോൾ അവൻ്റെ മേത്തുള്ള പാടുകൾ ഒന്നും തന്നെ കാണാനില്ല. കഴുത്തിലൊക്കെ ഇങ്ങനെ മൊത്തം പാടുകളായിരുന്നു, മാന്തി പൊട്ടിയ മാതിരിയൊക്കെ ആയിരിക്കുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അത് മാതാവ് അത് കംപ്ലീറ്റ് എടുത്ത് മാറ്റി. അങ്ങനെ ഒരു വലിയൊരു സാക്ഷ്യം എനിക്കിവിടെ പറയാൻ സാധിച്ചു. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ആദ്യമേ ഞാൻ ഇപ്പോൾ എൻ്റെ 3ാമത്തെ ഉടമ്പടിയാണ് ഞാൻ ഈ പുതുക്കണത്. ആദ്യത്തെ 2 ഉടമ്പടിയിലും കൃത്യമായിട്ട് ഞാൻ കാരുണ്യ പ്രവൃത്തിയൊന്നും പാലിച്ചില്ലായിരുന്നു. ഇവിടുന്ന് പത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ ആർക്കും കൊടുക്കാൻ ഒരു നാണക്കേടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയി നേരെ വീട്ടിലേ വെക്കുള്ളൂ, വേറെ ആർക്കും കൊടുക്കുകയൊന്നുമില്ല. 1-2 കൊടുക്കും. ആരെങ്കിലും ഇത് വേണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു നാണക്കേടായിട്ട് അത് കൊടുക്കാണ്ട് അവിടെ തന്നെ വീട്ടിൽ തന്നെ വെച്ചേക്ക്. 2ാമത്തെ ഉടമ്പടിയിലും അങ്ങനെ തന്നെയായിരുന്നു, പേപ്പറും അലമാരിയിലെടുത്ത് വെക്കിയത്. 3ാമത്തെ ഉടമ്പടിയിൽ എനിക്ക് തോന്നി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, ഇത്തിരി കൂടി ശക്തമായിട്ട് പ്രാർത്ഥിച്ച് കാരുണ്യ പ്രവൃത്തികളിലേക്ക് ഇറങ്ങിയാലേ തമ്പുരാൻ അനുഗ്രഹം തരുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിച്ചിട്ട് ഞാൻ ഒന്നും നോക്കിയില്ല.
ഉള്ള പേപ്പറെല്ലാം ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് പേപ്പർ മേടിച്ചുകൊണ്ട് പോയി കൊടുക്കാനും, ആര് കളിയാക്കിയാലും ഒരു കുഴപ്പമില്ലാണ്ട് അത് കൊടുക്കാനായിട്ട് എനിക്കൊരു ദൈവം കൃപ തന്ന് അതിന് ഓർത്ത് നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ബുദ്ധിക്ക് സ്ഥിരമില്ലാത്ത കുട്ടികളെ വളർത്തുന്നുണ്ട്, ഒരു സ്നേഹസദൻ എന്ന് പേരുള്ളത് സിസ്റ്റേഴ്സ് നടത്തുന്നതാണ്. അവിടെ നേരത്തെ മുതൽ ഞാൻ കഴിഞ്ഞ വർഷം ഉടമ്പടിക്ക് മുന്നേ മുതൽ ഞാൻ അവിടെ പോയി അവർക്ക് എല്ലാ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. കുറേ കാലങ്ങളായിട്ട് ഞാനവിടെ പോകാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ 3ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് അവിടെ പോകാനും ആ പിള്ളേർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനും ഉടുപ്പ് മേടിച്ചു കൊടുക്കാനും എല്ലാം സാധിച്ച്. പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും വഴിയരികിലിരിക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുക്കാറുണ്ട്. ആശുപത്രികൾ സന്ദർശനത്തിന് പോകുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ തന്നെ ഉള്ളത് പെറുക്കിക്കൂട്ടി, ആരെങ്കിലും സങ്കടം പറയുമ്പോൾ ഉള്ളത് പെറുക്കിക്കൂട്ടി ഞാൻ അവർക്ക് കൊടുക്കാൻ നോക്കാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. യെശയ്യായുടെ പുസ്തകം 45-ാം അധ്യായം 2-ാം തിരുവചനം. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഈ സഹോദരൻ തൻ്റെ സാക്ഷ്യപത്രത്തിൽ കുറിച്ച് വച്ചിരിക്കുന്ന തിരുവചനമാണിത്. ശരിക്കും അഴിക്കപ്പെടാത്ത കുരുക്കുകൾ അടിഞ്ഞു പോകുന്നത്, പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ജീവിതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് സഹോദരൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഈ തിരുനടയിലെത്തി ഉടമ്പടി എടുക്കുകയും ആദ്യത്തെ 2 ഉടമ്പടി കാലയളവിലും അല്പം അലസതയും മന്ദതയും തന്നെക്കുറിച്ചുള്ള അഭിമാനബോധവും മറ്റുള്ളവർ എന്ത് കരുതും എന്ന ചിന്തകളുമൊക്കെ കൊണ്ട് പ്രാർത്ഥനയിലും പ്രേക്ഷിത പ്രവൃത്തിയിലും സുവിശേഷവൽക്കരണത്തിലും പുറകോട്ട് മന്ദിച്ചു മാറിയെങ്കിലും പിന്നീട് ഉറച്ച തീരുമാനത്തോടുകൂടി ഞാൻ എന്നെയല്ല ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന്, സുവിശേഷത്തെ അറിയിക്കുന്നതിന് തീരുമാനിക്കുന്നു എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പത്രം കൊടുക്കുന്നതിനും രോഗികളെ സന്ദർശിക്കുന്നതിനും ആഹാരം പങ്കുവയ്ക്കുന്നതിനും ഒക്കെ ഒരു നല്ല മനസ്സ് കാട്ടിത്തുടങ്ങിയപ്പോൾ എത്രയോ വർഷമായി സഹോദരങ്ങൾക്കിടയിൽ തർക്കത്തോടെ പരിഹരിക്കപ്പെടാതെ കിടന്നിരുന്ന ആ വസ്തുവിൻ്റെ ഉടമ്പടി ചെയ്യുന്നതിനുള്ള വഴികൾ അമ്മ മാതാവ് വേഗം തുറന്നു കൊടുത്തതിൻ്റെ സാക്ഷ്യമാണ് മകൻ നമ്മോട് പങ്കുവെച്ചത്. നമ്മൾ എപ്പോഴൊക്കെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുന്നുവോ, ഉടമ്പടിയോട് പുലർത്തുന്ന വിശ്വസ്തത ജീവിതത്തിൻ്റെ കെട്ടുകളടിയുന്നതിനും തടസ്സങ്ങൾ മാറുന്നതിനും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾക്ക് സമാധാനപൂർണവും ഐശ്വര്യപൂർണവുമായ പരിഹാരം ലഭിക്കുന്നതിനും കാരണമാകുമെന്ന് ഈ സാക്ഷ്യത്തിലൂടെ അമ്മ മാതാവ് നമ്മൾ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ദൈവനാമത്തിന് നമുക്ക് മഹത്വപ്പെടുത്താം. അതോടൊപ്പം തന്നെ ഉടമ്പടിയിൽ ആയിരിക്കുമ്പോൾ മകന് വരുന്ന അസുഖത്തെക്കുറിച്ച്, അസുഖം ഏത് പനി പോയാലും കയറിപ്പിടിക്കുന്ന അസുഖം, അത് തൈലം ഉപയോഗിച്ച് പുരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് വേഗം വിട്ടുമാറി സൗഖ്യത്തിലേക്ക് മകൻ മാറുന്നതിനെക്കുറിച്ചും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം അനുതാപത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി, വിശ്വസ്തയോടുകൂടി ജീവിതത്തിൻ്റെ ദൗത്യങ്ങളെ നിറവേറ്റുവാൻ തയ്യാറാവുക എന്നതാണ്. നമ്മുടെ കഴിവിലല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ് നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുന്നതെന്ന അടിസ്ഥാന തത്വം നമ്മുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ തീരുമാനങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അത് സുഗമമാകുന്നു, അനുഗ്രഹപ്രദമാകുന്നു. എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്യുവാൻ തക്കവിധം നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. ഈ ഉടമ്പടിയിലൂടെ ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹത്തിന് ദൈവപിതാവിന് നന്ദി പറയാം. കരഘോഷത്തോടുകൂടി നമുക്കതിനെ ദൈവത്തിന് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.